മഞ്ജുഷേ ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട. സന്ദീപ് ജ്യോതികുമാർ ചാമക്കാല നമസ്കാരം. മുൻ BJP നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് സന്ദീപും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ നടത്തിയ നേരത്തെയുള്ള ചർച്ചകൾ. ഇതോടെ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുമായി മുൻപ് മാതൃഭൂമി ന്യൂസ് പ്രൈം ടൈം ചർച്ചയിൽ ഇരുവരും തമ്മിലുണ്ടായ പോരാണ് ഏറ്റവും അധികം വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ. ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ പരുഷ വാക്കുകളാൽ ആക്രമണ പ്രത്യാക്രമണം സാധ്യമാക്കിയവരാണ് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയും അന്ന് BJP സംസ്ഥാന വക്താവായിരുന്ന സന്ദീപ് വാര്യരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചാമക്കാല നടത്തിയ പരാമർശമാണ് അന്ന് സന്ദീപിനെ ചൊടിപ്പിച്ചത്. ഇതോടെ ഇരുവരും തമ്മിൽ വാക്ക് തർക്കമായി. എടാപോട വിളികളിലേക്ക് വരെ കാര്യങ്ങളെത്തി. എന്നാൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിൽ തകൃതിയാകുന്നതിനിടെ സന്ദീപ് വാര്യർ BJP പാളയം വിട്ട് കോൺഗ്രസിലെത്തിയിരിക്കുകയാണ്. വെറുപ്പിന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്തതിൽ ജാള്യതയുണ്ട് എന്നും വിദ്വേഷ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുകയാണെന്നുമാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത്. ഒടുവിൽ ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും ഒരു പക്ഷത്തായി മാറി. ഇതിനിടയിൽ പഴയ വീഡിയോ കൂടുതൽ വൈറലാവുകയാണ്. ഇതിനെക്കുറിച്ച് ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രതികരണം ഇങ്ങനെ: സന്ദീപ് വാര്യർ നല്ല ഒരു എതിരാളിയായിരുന്നു, കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന പാനലിസ്റ്റ്. നല്ല എതിരാളിയെ നഷ്ടപ്പെട്ടതിൽ വിഷമമുണ്ട്. എങ്കിലും അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്, അതിൽ ഏറെ സന്തോഷം. എന്തടാ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ആംപിയറുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു സന്ദീപ് വാര്യർ. എങ്കിലും ഞങ്ങൾ പരസ്പരം സൗഹൃദം നിലനിർത്തിയിരുന്നു. സന്ദീപിന്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നപ്പോൾ വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ തിരുവിതാംകൂർ മേഖലയിലും അദ്ദേഹം മലബാർ മേഖലയിലും പ്രവർത്തിക്കുന്നവരാണ്. അതിനാൽ തന്നെ ചാനൽ 4-ലൊന്നും നേരിട്ട് കാണാറില്ലായിരുന്നു. ചാനൽ ചർച്ചകളിൽ ഒരുപക്ഷെ പരിധി വിട്ട് സംസാരിച്ചത് ഞങ്ങൾ രണ്ടുപേരുമാണ്. അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമമുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ന്യായങ്ങളുമുണ്ട്. എന്തായാലും സന്ദീപ് കോൺഗ്രസിലേക്ക് സ്ഥാനാർത്ഥിത്വത്തിനായി വന്നതല്ല, സരിനെ പോലെ പാർട്ടി വിട്ടതല്ല. അദ്ദേഹത്തിന് കോൺഗ്രസിൽ നന്നായി ശോഭിക്കാനാകും. കോൺഗ്രസിന് അദ്ദേഹത്തെ നന്നായി ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഇനി കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ചർച്ചകൾക്ക് സന്ദീപിനും പോകാമെന്നും ചാമക്കാല പറഞ്ഞു. അതേസമയം രാഷ്ട്രീയത്തിൽ എതിരാളി എന്ന വാക്കിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നായിരുന്നു സന്ദീപിന്റെ വാക്കുകൾ. ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. മനുഷ്യരല്ലേ, ചിലപ്പോൾ കൈവിട്ടു പോകും. അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ ഞാൻ എല്ലാ കാലത്തും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ജ്യോതികുമാർ ചാമക്കാല. പഴയ ചർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലൊന്നും ഇപ്പോൾ പറയാനില്ല എന്നും അദ്ദേഹം നന്നായി കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ് എന്നും തഗ്ഗിടുന്ന ആളാണ്. സ്വാഭാവികമായും ഇനി ആ തഗ്ഗിന് കൈയടിക്കാമെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യറൊക്കെ ഈ മോദി ഭക്തന്മാരായിട്ട് അവർ എന്താ പറയുന്നത്, അവരുടെ വിസർജ്യങ്ങൾ, അവരുടെ തള്ളുകൾ, വിവരക്കേടുകൾ അത് അപ്പടി വിഴുങ്ങിയിട്ട് അത് ഇവിടെ വന്നിരുന്ന് വീണ്ടും ഛർദ്ദിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ പറയുന്ന പച്ചക്കള്ളം, നിങ്ങളുടെ സംഘീയ ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന വിവരക്കേടുകൾ മാത്രം വിളമ്പാനുള്ള വേദിയായി ഇത് മാറ്റരുത്. നിങ്ങൾ എന്താ പറയുന്നത്, മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തിയിരുന്നു. നിങ്ങൾ ആദ്യം മുതൽ നിങ്ങൾ ഒറ്റ കാര്യം പറയുന്നത്, മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം ചെയ്തു, മറ്റേ എത്ര പ്രാവശ്യം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രാവശ്യമെങ്കിലും അമിത്ഷായും രാഹുൽ ഗാന്ധിയും, അതിലേക്ക് ഞാൻ വരാം. അമിത്ഷായും രാഹുൽ ഗാന്ധി, അമിത്ഷാ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. എത്ര പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊള്ളൂ. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും രാഹുൽ ഗാന്ധി ആരെ വെല്ലുവിളിക്കാനെന്നൊക്കെ സന്ദീപ് വാര്യർ ചോദിക്കുമ്പോൾ സന്ദീപ് വാര്യർ ഒന്ന് മനസ്സിലാക്കണം. എവരുടെയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് നിങ്ങൾ എടുക്കൂ. എവരുടെയൊക്കെ തള്ളിനെ സംബന്ധിച്ചാണെങ്കിൽ അതെടുത്ത് കമ്പയർ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് റഡാറിനെ സംബന്ധിച്ച് പറഞ്ഞതും അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഇമെയിലിനെ കുറിച്ച് പറഞ്ഞതുള്ള തള്ളുകൾ. എന്താണ് ഡിഗ്രി, ഏതാണ് ഡിഗ്രി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഡിഗ്രിയെ കുറിച്ച് ചോദിക്കുക. എനിക്ക് 2 ഡിഗ്രിയേ ഉള്ളൂ.
ആ 2 ഡിഗ്രി ഒന്ന് എഞ്ചിനീയറിംഗിൽ ഒന്ന് ഡിഗ്രി സയൻസിലുമാണ്. അതിനെക്കുറിച്ചൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ ഒരു പരസ്യമായ സംവാദത്തിന് ഞാൻ തയ്യാറാണ് താങ്കളുമായി. മറിച്ച് മോദിയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം എന്തേ സംവാദത്തിന് തയ്യാറാകുന്നില്ല? ഇനി താങ്കൾ പറഞ്ഞു പോയത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പറയാതെ പറഞ്ഞു പോയി. ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പറയുന്ന 8 വർഷവും ഇപ്പോഴും എനിക്കൊരു കോളേജുണ്ട്. ആ കോളേജ് ഇപ്പോഴും യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. LDF മാത്രമുള്ള സിൻഡിക്കേറ്റാണ് ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ LDF കൊടുത്ത കള്ളപ്പരാതിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് കോടതി ഉൾപ്പെടെ അത് തടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉമ്മാക്കി കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യങ്ങളായി പറയണം. പ്രൈം മിനിസ്റ്ററെ സംബന്ധിച്ച് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ വിദേശ പര്യടനത്തിൽ ഉൾപ്പെടെ മുഴുവൻ പത്രക്കാരെയും കൊണ്ടുപോവുകയും ആ യാത്രയിലുടനീളം അവരുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രധാനമന്ത്രി ഒരാളെ ഇപ്പോൾ ഇന്ത്യ ടുഡേ ഇന്റർവ്യൂ നമ്മൾ കണ്ടാണല്ലോ, ക്വസ്റ്റ്യനും ആൻസറും നേരത്തെ വെച്ചിരിക്കുക ക്യാമറ സൂം ചെയ്യുമ്പോൾ. ഇവിടെ അദ്ദേഹം പോയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മൻമോഹൻ സിംഗ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രധാനമന്ത്രി സംവദിച്ച ഒരു പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ സംവാദമാണല്ലോ, ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യാണ്. സംവദിച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനത്തെക്കുറിച്ച് 5 വർഷത്തിനിടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം 3 ഉണ്ടായിരുന്നു 4 ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും എല്ലാ ചാനലുകളുടെയും എല്ലാ പത്രമാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകർ ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലേത് പോലും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അദ്ദേഹം അത്തരത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് വിടുവായത്വം പറയരുത്. മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏത് മേഖലയിലെടുത്താലും, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ആയാലും, അദ്ദേഹത്തിൻ്റെ ഡീസൻസിയെ സംബന്ധിച്ചാലും, അദ്ദേഹത്തിൻ്റെ തള്ളില്ലായ്മയെ സംബന്ധിച്ചായാലും, അദ്ദേഹത്തിൻ്റെ മികവിനെ സംബന്ധിച്ചാലും എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പോൾ പോലും 5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇന്നത്തെ പത്രസമ്മേളനം നടത്തിയപ്പോൾ സംസാരിക്കാറുന്നത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അപ്പോൾ രാഹുൽ ഗാന്ധിയായിട്ട് സംവദിക്കാൻ പ്രധാനമന്ത്രി യോഗ്യനല്ല, പ്രധാനമന്ത്രി അതിനൊക്കെ മുകളിലാണ്, അതൊക്കെ മേലെയാണെന്നൊക്കെ താങ്കൾ അവകാശവാദമുണ്ട്. ഈ 300 സീറ്റെന്ന് അവകാശവാദം പറയുമ്പോൾ കോൺഗ്രസിനതില്ല. ഞാൻ അതിലേക്ക് വരികയാണെന്നേ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് വേണമെങ്കിൽ ഞങ്ങളുടെ അമിത്ഷാ അയക്കാം. നിങ്ങൾ അമിത്ഷാ എന്താ 3ാം ഘടകയിലുള്ളതാണോ? നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾ അമിത്ഷായെ തള്ളി പറയുകയാണോ? അപ്പോൾ ഞങ്ങൾ ഒന്നേ ചോദിക്കുന്നുള്ളൂ, ശ്രീ രാഹുൽ ഗാന്ധി തുറന്ന സംവാദത്തിന് അദ്ദേഹത്തെ എത്രയോ കാലമായി വെല്ലുവിളിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങളുടെ ഈ എന്താ പറയുന്നത് നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളി ഇതുപോലെ നിങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ അങ്ങോട്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്. അത് കള്ളത്തരങ്ങൾ മാത്രമാണ്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് മുൻകാലങ്ങളിലുള്ള പ്രധാനമന്ത്രിമാർ ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്താറുണ്ട് ഓരോ വിഷയത്തെ സംബന്ധിച്ച്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ പറഞ്ഞാണ് ഇക്കാര്യങ്ങളൊക്കെ. ഈ അവകാശവാദത്തെ കുറിച്ച് അവകാശവാദമല്ല ഞാൻ പറഞ്ഞ കോൺഗ്രസിന് ഇത്തരം ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നില്ല. ഈ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് അമിത്ഷായും മോദിയും പറഞ്ഞ അവകാശവാദം. അമിത്ഷായും മോദിയും ഞാൻ പറഞ്ഞില്ലേ 23-ാം തീയതി വരെ എല്ലാം പറയാം, അവർ ഫുൾ സിറ്റും പ്രഖ്യാപിക്കാം, അവരായിക്കോട്ടെ. ഞങ്ങൾ വസ്തുതാപരമായി സത്യസന്ധമായാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലുള്ള തള്ളുകൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു സന്ദീപേ, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രിയെ സംബന്ധിച്ചൊന്ന് പറയൂ. അദ്ദേഹം ഒരിക്കൽ പറയുന്നത് എഞ്ചിനീയർ ആണെന്ന്, ഒരിക്കൽ പറയുന്നത് PG ഉണ്ടെന്ന്, ഒരിക്കൽ പറയുന്നത് ഡിഗ്രി ഉണ്ടെന്ന്. ഇതിലേതാണ് വസ്തുത? അപ്പോൾ അടിമൂടി കള്ളത്തരം നിറഞ്ഞ ഒരു പ്രധാനമന്ത്രി, അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രധാനമന്ത്രിയാണെന്ന് ഇന്ത്യയിലെ സന്ദീപ് തന്നെ പറഞ്ഞ കാര്യം ഇപ്പോൾ നരേന്ദ്രമോദിയെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പിണറായി വിജയനെ പഠിപ്പിക്കണം. ചാനൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. എന്താണ് മഞ്ജുഷേ ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തമ്മിലുള്ള ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട. സന്ദീപ് ജ്യോതികുമാർ ചാമക്കാല ഇവനാരാണ് ഈ ചാനലിൽ പ്രധാനമന്ത്രി നിയന്ത്രിക്കുന്നത്? മഞ്ജുഷേ ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക. സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക. പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഒരു സെക്കൻഡ് സന്ദീപ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട് അവരുടെ അഭിപ്രായം പറഞ്ഞു. അതിനുള്ള മറുപടി പറയാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. അതിലേക്ക് പോകാൻ പറ്റില്ല സന്ദീപ്, അതിലേക്ക് പോകാൻ പറ്റില്ല.
അതിലേക്ക് പോകാൻ പറ്റില്ല. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. ജ്യോതികുമാർ, അത്തരത്തിലുള്ള പരാമർശവും വേണ്ട, അത് മോശമായി പോയി അത്തരത്തിലുള്ള പരാമർശം.